ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞിട്ടല്ലേ കൂട്ടുകാരുടെ പോകാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ എപ്പോഴും ഇവിടെ ചാലിട്ടെന്നേ എനിക്കൊന്നും ഇവിടെ വെച്ചിട്ട് പോകും. നീ എപ്പോഴും എന്തിനാ അമ്മയെ വിളിച്ചിങ്ങനെ ദേഷിക്കുന്നേ? എടി ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പ മോളി തുടങ്ങും. ആ പൊടിലും വെള്ളം കിടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് ആകെ 20 ദിവസം ലീവ്. ഒറ്റപ്പോഴും വരെ നാളോട് എപ്പോഴും വീട്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എടാ നീ ജോലി സ്ഥലത്തുള്ളപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് നാട്ടിലാവുമ്പോൾ ഞങ്ങൾ അപ്പോഴെപ്പോഴും നിന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയല്ലോ. എന്നും പറഞ്ഞ് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണോ? അതിനെപ്പോഴും വീട്ടിലിരിക്കുന്ന എന്തിനാ? ഇടയ്ക്ക് അമ്മയോടൊക്കെ പുറത്തു പോകും. അതിന് ഞാൻ വിളിച്ച അമ്മയോടെങ്കിലും വരണ്ടേ? എടാ ഇനി നിന്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നീ രണ്ടാമത് ചോദിച്ചിട്ടുണ്ടോ? അതാ അമ്മമാരുടെ സൈക്കോളജി വേറെ സിമ്പിളാ. അവരവരുടെ ആഗ്രഹങ്ങളൊന്നും നമ്മുടെ അടുത്ത് പറയത്തില്ല. ഇത് നമ്മളായിട്ട് അറിഞ്ഞ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാലോ അവരാദ്യം അത് വേണ്ടെന്നേ പറയത്തുള്ളൂ. എന്നാൽ രണ്ടാമതൊന്നും ചോദിച്ചു നോക്ക്, ഉറപ്പായിട്ടും അവരത് സമ്മതിക്കും. അവർ പറഞ്ഞത് ശരിയാ. ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ തവണ പറ്റിയില്ല, പാവം. ഇത്തവണെങ്കിലും എനിക്ക് എൻ്റെ അമ്മയോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അമ്മേ റെഡി ആയിക്കാം, നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അമ്മേ റെഡിയാവാം, നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന്. ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ നിന്റെ നന്ദ വന്ന് കഴിക്കുക. പിന്നെ സൊസൈറ്റി പോയി പാല് മേടിച്ചോണ്ട് വാ. നാട്ടിൽ വന്നാൽ വീട്ടിലിരിക്കാൻ നേരമില്ല, ഇങ്ങനെ കറങ്ങി നടക്കുക.